ഓൾറെഡി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വഴറ്റി കിട്ടാനായിട്ട് ജീരകം വാടിയിട്ട് നമ്മളിലേക്ക് അണിയൻസ്. ഈ സമയത്ത് ഈ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയുള്ള ഉപ്പ് കായ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3 ബിസ്ക് 1 2 3 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. സാമ്പാർ പൊടി 1 സ്പൂൺ ഞാൻ ഇടും. അതിന്റെ ഫ്ലേവറേ വേറെ ആയിരിക്കും. ഇതൊന്ന് നന്നായിട്ട് മാറണം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം ക്ലീനിങ്ങിനും എല്ലാത്തിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. നമ്മൾ തക്കാളി ഇടാൻ പോകണം. തക്കാളി ഇടുക. തക്കാളി നന്നായിട്ട് തക്കാളി നല്ലപോലെ ചതഞ്ഞ് വരും. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴറ്റി മസാല പരിപ്പിലാവുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് പരിപ്പിടും. അപ്പോൾ ഇനി നമ്മൾ പരിപ്പിടാൻ പോകണം. ഞാൻ ഈ പരിപ്പിട്ടിട്ട് അപ്പം വെള്ളം ഒഴിക്കില്ല. ഇതിനകത്ത് ഓൾറെഡി ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലും എല്ലാം കൂടി കിടന്ന് കഴിയുമ്പോൾ ആ ഓയിലിൽ കിടന്ന് ഈ പരിപ്പ് ഒന്നും കൂടി ഫ്രൈ ആകുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ്. മല്ലിയില. ഈ ടൈമിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം, ഇതിലേക്ക് വെള്ളം നമ്മൾ ഒഴിക്കണം. ചൂടുവെള്ളം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. നമുക്ക് എത്രത്തോളം ഇപ്പോൾ വെള്ളം പോലെ പരിപ്പ് വഴി വേണമെങ്കിൽ വെള്ളം പോലെ, കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച്. ഇത് ഉടനെ നല്ല വെള്ളം പോലെ ഇരിക്കുന്ന പരിപ്പാണ് എനിക്കിഷ്ടം. ഇവിടെ ഓൾറെഡി 5 വിസിലായി അല്ലേ? 5 വിസിലായി. ഇനി ഒരു 3 വിസിലും കൂടി വന്നാൽ അതും കഴിഞ്ഞു ഇതും കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്തൊരു പരിപ്പ് കറി. പരിപ്പ് കറിക്ക് ഇഷ്ടമില്ലാത്തൊരു പറ ചോദ്യം ഒരു സംശയമില്ല കേട്ടോ. ഇതിന്റെ സ്മെല്ലാണ്